നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞ മറുപടി, യാ റസൂലല്ലാഹ് അഹബ്ബകല്ലാഹു കമാ ഉഹിബ്ബുഹു, ഞാൻ എൻ്റെ മകനെ ഈ മോനെ സ്നേഹിക്കുന്ന പോലെ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കട്ടെ എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു. അത്രയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് അതിനർത്ഥം. മാതാപിതാക്കളാകുമ്പോൾ സ്വാഭാവികമായി മക്കളോടൊരു സ്നേഹം ഉണ്ടാവും. അത് തബീഅത്തൻ വജിബില്ലത്തൻ വഖൽഖൻ അല്ലാഹു തന്നൊരു സ്നേഹമാണെന്നാണ്. അതുകൊണ്ടാണ് മക്കളോടൊന്നും മാതാപിതാക്കളോട് മക്കളെ സ്നേഹിക്കണേ എന്ന് ഖുർആൻ പറയാതിരിക്കാൻ കാരണം എന്നാണ്. നേരെ മറിച്ച് മക്കൾ തിരിച്ച് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് തഖല്ലുഖൻ കിട്ടേണ്ട ഒരു സംഗതിയാണ്. ജന്മനാ കിട്ടിക്കൊള്ളുന്നില്ല. മാതാപിതാക്കളോട് മക്കൾക്ക് അങ്ങോട്ട് സ്നേഹം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വേണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. മറ്റേത് സ്വാഭാവികമാണ്. ആരാണ് മക്കളെ സ്നേഹിക്കാത്തത്? അതുഹിബ്ബുഹു, നിങ്ങളുടെ പൊന്നുമോനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞതിന് ആ മനുഷ്യൻ പറഞ്ഞ മറുപടി, നബിയെ, ഞാൻ എൻ്റെ മകനെ സ്നേഹിക്കുന്ന പോലെ അഹബ്ബകല്ലാഹു കമാ ഉഹിബ്ബുഹു, എൻ്റെ മോനെ ഞാൻ സ്നേഹിക്കുന്ന പോലെ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കട്ടെ നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വാപ്പയെയും മോനെയും എപ്പോഴും മസ്ജിദിൽ ഇങ്ങനെ കാണാറുണ്ട്. കുറച്ചു കാലങ്ങളായി മോനെ കാണാതെ വന്നപ്പോ, മാ ഫഅല ബിനു ഫുലാൻ, നമ്മുടെ സഹോദരൻ എവിടെ, സ്വന്തം കുഞ്ഞിന്റെ കൈപിടിച്ചു വന്നിരുന്ന ആ വാപ്പ എവിടെ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, യാ റസൂലല്ലാഹി മാത്, നബിയെ, അയാളുടെ മകൻ മരിച്ചുപോയി നബിയെ, ആ പിഞ്ചുബാലൻ മരിച്ചുപോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടം പൊട്ടി കണ്ണുനീര് വാർത്ത് ഖിന്നനായി ദുഃഖിതനായി മദീനയുടെ വഴികളിലൂടെ നടന്നു പോകുന്ന ആ പിതാവിനെ വിളിച്ചു വരുത്തി, തന്റെ മോനെ ഞാൻ സ്നേഹിക്കുന്ന പോലെ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കണം എന്ന് നബി തങ്ങളോട് മറുപടി പറഞ്ഞിരുന്ന ഒരു പിതാവ്. മുആവിയത്ത് ഇബ്നു ഖുർറ റളിയല്ലാഹു അൻഹു അൻ അബീഹി ഉദ്ധരിച്ച ഹദീസാണിത്. നബിയെ, ഞാൻ എൻ്റെ മോനെ സ്നേഹിക്കുന്ന പോലെ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കട്ടെ. അത്രമേൽ സ്നേഹം കൊടുത്തിരുന്ന ഒരു പൊന്നുമോനെ അല്ലാഹു കൊണ്ടുപോയി നബിയെ എന്ന് പറഞ്ഞപ്പോ ആ പിതാവിനോട് നബി തങ്ങൾ പറഞ്ഞ മറുപടിയാണ്, സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കാണ്, അമാ തുഹിബ്ബു അൻ തഅതിയ ബാബൻ മിൻ അബ്വാബിൽ ജന്നതി ഇല്ലാ വജദ്തഹു അലൈഹി യന്തളിറുക. നാളെ സ്വർഗത്തിന്റെ വാതിലുകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലാനിരിക്കുമ്പോൾ ഓരോ സ്വർഗത്തിന്റെ വാതിൽക്കലും നിങ്ങളുടെ ഈ പൊന്നുമോൻ വന്ന്, ഉപ്പാ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരൂ എന്ന് നിങ്ങളെ സ്നേഹിച്ച് ക്ഷണിക്കാൻ ആ മകൻ അവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? സങ്കടം തന്നെ. അല്ലാഹുവിന്റെ ഖളാഇനെ മറക്കാനോ ആ ഖളാഇനെ തിരിച്ചു കളയാനോ ആ ഖളാഇനെ ഇല്ലായ്മ ചെയ്യാനോ ഇബാദുകളായ അടിമകളായ മനുഷ്യർക്ക് സാധ്യമല്ലല്ലോ. അല്ലാഹു ലഹുൽ ഹുക്മു, അല്ലാഹുവിനാണ് അധികാരമുള്ളത്. ലില്ലാഹി മാ അഅതാ വലില്ലാഹി മാ അഖദ്, എടുത്തു കൊണ്ടുപോകുന്നതും അല്ലാഹുവിൻ്റേതു തന്നെയാണ്, നൽകുന്നതും അല്ലാഹുവിൻ്റേതു തന്നെയല്ലേ. ആരോഗ്യം അങ്ങനെയാണ്, അല്ലാഹു തരുന്നതാണത്, അത് കൊണ്ടുപോകുന്നതും അല്ലാഹു തന്നെ. അതുകൊണ്ടാണ് ദുആ ഇറക്കാൻ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. അല്ലാഹുവേ, നീ തന്ന ആരോഗ്യം ഞങ്ങളിൽ നിന്ന് എടുത്തു കൊണ്ടുപോകരുതേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, നീ തന്ന അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിന്ന് എടുത്തു കളയരുതേ റബ്ബേ, ഞങ്ങൾക്ക് നിലനിർത്തി തരണേ. പക്ഷേ ദുഃഖിതനായി കിടക്കുന്ന ഒരു വാപ്പയോട്, മകൻ മരിച്ചുപോയ ഒരു പിതാവിനോട്, അത്രമേൽ മകനെ സ്നേഹിച്ച ഒരു ഉപ്പയോട് എന്താണ് പറയേണ്ടത് എന്ന് നമുക്ക് എന്ത് പറയാൻ കഴിയും? പുണ്യനബി തങ്ങൾ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, അമാ തുഹിബ്ബു, നിങ്ങളുടെ മകനെ അല്ലാഹു കൊണ്ടുപോയി ആ മകനെ നാളെ സ്വർഗലോകത്ത് കണ്ടുമുട്ടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? അൻ തഅതിയ ബാബൻ മിൻ അബ്വാബിൽ ജന്ന ഇല്ലാ വജദ്തഹു അലൈഹി യന്തളിറുക. സ്വർഗത്തിന്റെ വാതിലുകളിൽ ഓരോ വാതിലിന്റെ അരികത്തും ഉപ്പാ എന്ന് വിളിക്കാൻ വേണ്ടി
ആ മകൻ അവിടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രയാസം, അതുപോലെ നിങ്ങൾക്ക് എന്ന വാക്കിലാണ് ആ മനുഷ്യന്റെ മനസ്സിന് സമാധാനമായത്. പിഞ്ചുമക്കൾ, പേരക്കിടാങ്ങൾ, മരണപ്പെട്ടു പോയ ആളുകൾ ഈ സദസ്സിൽ ഇരിക്കുന്നവരിലുണ്ട്, പെങ്ങന്മാരിലുണ്ട്, സഹോദരിമാരിലുണ്ട്, നമ്മുടെ നാടുകളിൽ ഒരുപാടുണ്ട്. ആ ഒരു വേദനയെ ആരെത്ര സമാശ്വസിപ്പിച്ച് വാക്കുകൾ പറഞ്ഞാലും സമയം കൊണ്ട്, കാലം കൊണ്ട് മാഞ്ഞു പോകുകയല്ലാതെ ആ ഒരു സങ്കടത്തെ ഇല്ലായ്മ ചെയ്യാൻ ആരെക്കൊണ്ടും കഴിയില്ലല്ലോ. അള്ളാഹു നൽകുന്ന പരീക്ഷണമാണത്. ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹി അലഹു ഖാസ്സത്തുൻ അം ലികുല്ലിനാ? നബിയേ, ആ മനുഷ്യന്റെ കുഞ്ഞു മരിച്ചതിൽ അയാളുടെ മകൻ സ്വർഗത്തിന്റെ വാതിലുകളിൽ വന്നവരെ കാത്തിരിക്കും എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് മാത്രമാണോ, അം ലികുല്ലിനാ, ഞങ്ങൾ എല്ലാവർക്കും ഉള്ളതാണോ എന്ന് ചോദിച്ചപ്പോ ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ബൽ ലികുല്ലിക്കും, അത് നിങ്ങൾക്ക് മുഴുവനും അങ്ങനെയാണ്. അള്ളാഹു അങ്ങനെ ഒരു പരീക്ഷണം നൽകിയാൽ ആ പിഞ്ചുമക്കൾ നിങ്ങളെ സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്ന് യാ ഉമ്മാ യാ അബച്ചാ, എന്റെ ഉമ്മ, എന്റെ ഉപ്പ എന്ന് പറഞ്ഞ് അവരെ സ്വീകരിക്കാൻ ആ മക്കൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളോട് സ്വഹാബിമാർ വന്നൊരു ചോദ്യം ചോദിച്ചത് സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിൽ കാണാം. അയ്യുന്നാസി അശദ്ദു ബലാആ, നബിയെ എത്രമേൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ ആരാണ് നബിയെ? ആർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉള്ളത്? ഖാല അൽ അംബിയാ, അംബിയാക്കന്മാരാണ്, പ്രവാചകന്മാരാണ്. അംബിയാക്കന്മാരിൽ ഈർച്ചവാളുകളാൽ ഈരപ്പെട്ട നബിമാരുണ്ട്, മരം മുറിക്കുന്ന പോലെ. നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, അല്ലാഹു ആ മഹാന്റെ പ്രാർത്ഥനകളാണ് ഒരുപാട് സൂറകളിൽ, സൂറത്തു മറിയമിലും സൂറത്തു ത്വാഹയിലടക്കം മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിനെ പരാമർശിച്ചത് കാണാൻ കഴിയും. ആ നബിതങ്ങളെ, ആ പ്രവാചകനെ അന്നത്തെ ശത്രുക്കൾ ഈർച്ചവാളുകൊണ്ട് മുറിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. ചിന്തിക്കാൻ കഴിയുമോ? അവരുടെ മകനാണ് നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം. ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന യഹ്യ നബി അലൈഹിസ്സലാം. യഹ്യ നബി അലൈഹിസ്സലാമിനെ കഷ്ണം കഷ്ണമായി മുറിച്ചു അന്നത്തെ രാജാവ് ഹെറോഡസ്. യഹ്യ നബിയുടെ കയ്യിന്റെ ഒരു ഭാഗം, ഇന്ന് തലയോട്ടിയുടെ ഒരു ഭാഗവും തുർക്കിയിലെ ടോപ്പ് കാപ്പി മ്യൂസിയത്തിലുണ്ട്. ആ കൈയൊരു സ്വർണത്തിന്റെ കവചത്തിലായി വെച്ച് കയ്യിന്റെ ഭാഗം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. യദു സക്കരിയ, യദു നബിയില്ലാഹി യഹ്യ, യഹ്യ നബി അലൈഹിസ്സലാമിന്റെ കൈ അന്നത്തെ രാജാവ് മുറിച്ചു മാറ്റിയ കഷ്ണങ്ങളിൽ ചരിത്രത്തിന്റെ ശേഷിപ്പുകളായി കൈമാറി കിട്ടിയത്. ആലോചിച്ചു നോക്കൂ, നബിമാരാണത്. ആർക്കാണ് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നബിയെ എന്ന് ചോദിച്ചപ്പോ ഖാല അൽ അംബിയാ, അല്ലാഹുവിന്റെ നബിമാർക്കാണ്. പിന്നെ അവർ തൊട്ടടുത്ത് വരുന്നവർ, സ്ഥാനത്തിലും മഹത്വത്തിലും അവരോടടുത്ത് വരുന്നവർ ഓരോരുത്തരുടെയും ദീനിന്റെ അളവനുസരിച്ചാണ് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്. ആരുടെയെങ്കിലും ദീന് ശക്തമാണെങ്കിൽ അവർക്ക് പരീക്ഷണങ്ങൾ വരും. അത് ശാരീരികം മാത്രമല്ല, മാനസികമായിട്ട് വരും, ജോലി സംബന്ധമായിട്ട് വരും, സാമ്പത്തികമായിട്ട്, കുടുംബപരമായി എല്ലാം വരാം. فمن ثخن دينه اشتد بلاؤه ومن ضعف دينه ضعف ബലാഉഹു. ആരുടെയെങ്കിലും ദീൻ ദുർബലമാണെങ്കിൽ, ആരുടെയെങ്കിലും മതബോധം തസ്കിയത്ത് ദുർബലമാണെങ്കിൽ ളഅഫ ബലാഉഹു, അവരുടെ ബലാഉം ദുർബലമാകുന്നു. വഇന്നർ റജുൽ ലയുസീബുഹുൽ ബലാ, പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്ന ചില ആളുകളുണ്ട്. ആ പരീക്ഷണങ്ങൾ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, അത് കഴിയുമ്പോൾ മറ്റൊന്ന്.
അങ്ങനെ ജീവിച്ച് മരണം വരെ പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്നവർ ഒരു തെറ്റുപോലും ആ മനുഷ്യന്റെ ദേഹത്തുണ്ടാവുകയില്ല. ആ മനുഷ്യൻ നടന്നു പോകുമ്പോ, അയാൾ ഇരിക്കുമ്പോൾ, അയാൾ ജീവിക്കുമ്പോൾ, ജനങ്ങളുടെ ഇടയിലൂടെ നടക്കുമ്പോൾ ഒരു പാപം പോലും ബാക്കിയില്ലാതെ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളാൽ പാപങ്ങളെ അല്ലാഹു തുടച്ചു നീക്കിയ ആളുകൾ നിങ്ങളിലുണ്ട് എന്ന് പരിശുദ്ധ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാനും ക്ഷമിക്കാനുമുള്ള കരുത്ത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.